ഹലോ മുത്തുമണീസ്. അപ്പോൾ ദേ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ റോസ്റ്റ് വെക്കണം, പിന്നെ ചിക്കൻ വറക്കണം, പിന്നെ മസാല ദോശയാണ് കേട്ടോ, പിന്നെ നെയ്ച്ചോറ് വെക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് പണികൾ കൂടുതലുണ്ട്. സൺഡേ അല്ലേ, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യമല്ലേ അല്ലേ. അപ്പോൾ അതേ ആദ്യം നമ്മൾ ചിക്കൻ വറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ശരിയാക്കി മസാല പുരട്ടി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത പരിപാടി പോകാമല്ലോ. അപ്പോഴേക്കും നമ്മുടെ അബുക്കുട്ടൻ ഓട്ടോറിക്ഷ കുളിപ്പിച്ചിട്ട് കുറേ നാളായി. ഓട്ടോറിക്ഷ കരഞ്ഞു തുടങ്ങി കുളിപ്പിക്കാനായിട്ട്. ലാസ്റ്റ് നിവർത്തി ഇല്ലാണ്ടായപ്പോൾ അബുക്കുട്ടൻ എന്തേ കുളിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മാളൂസ് ഇന്ന് മസാല ദോശയുടെ സംഭവങ്ങളൊക്കെ ഏറ്റെടുത്ത കാരണം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്കിനി ചിക്കൻ്റെ സംഭവങ്ങളും നമ്മുടെ നെയ്ച്ചോറ് വെക്കലും മതി. അപ്പോൾ പച്ചരി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പച്ചരി കൊണ്ടുള്ള നെയ്ച്ചോറാണ്. അതേപോലെ മാളൂസ് ഇന്ന് എന്നെ പറ്റിച്ച് മസാല വഴട്ടാണ്ട് എന്നെ ആൾ കുക്കറിൽ സൂത്രത്തിൽ പണി പറ്റിച്ചെടുത്തു കേട്ടോ. പക്ഷെ സംഗതി കുഴപ്പമൊന്നുമില്ല, സംഗതിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ മാളുവിനെ ഒന്നും പറഞ്ഞില്ല. നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ തന്നാൽ മതിയല്ലോ ഭക്ഷണം അല്ലേ. പിന്നെ അതേ നമ്മുടെ ചിക്കനുള്ള സബോളയാണ് വഴണ്ടുകൊണ്ടിരിക്കുന്നത്. അവ വഴറ്റി വരുമ്പോഴേക്കും നമ്മുടെ മസാല ദോശയുടെ സംഭവം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദാദിമയ്ക്ക് 8 മണിയാകുമ്പോഴേക്കും മരുന്നുകൾ കഴിക്കണതല്ല. ദാദി മണി ഞങ്ങളെല്ലാവരും അതേട്ടാ. രാവിലത്തെ ഭക്ഷണം 8, 8:30 അത് വിട്ട് പോവില്ല. ഉച്ചയ്ക്ക് 12 to 12:30 എല്ലാവർക്കും കറക്റ്റ് ടൈമാണ്. അപ്പോഴെങ്കിൽ ഇത് ആദ്യം മസാല കൊടുത്തു. പിന്നെ നമ്മുടെ മൊയ്തീനും നന്നിമയും നെയ് റോസ്റ്റാണ് കഴിക്കുക മതിയാ. അപ്പോൾ അതേ ദാദിമയ്ക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ അതേ നമ്മുടെ ചിക്കൻ മണത്ത് നോക്കാൻ ഇവിടെ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു, മീശയുള്ള പൂച്ച. അപ്പോൾ ചിക്കൻ കറി ആയിട്ട് എനിക്ക് മസാല മതി എന്ന് പറഞ്ഞിട്ട് ആൾ പോയി. പിന്നെ അതേ നന്നിമയുടെ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പില കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചുമ്പോഴേക്കും നമ്മുടെ ദാദിമ്മേനെ ആദ്യം മരുന്നൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് എൻ്റെ മണിക്കുട്ടനെ കുളിപ്പിക്കാൻ ഞാൻ പോയി. മണിക്കുട്ടൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ദാദിമ്മേനെ കുളിപ്പിക്കാൻ. ഇന്ന് സബിത ലീവാണ്. സൺഡേ ദിവസം സബിത മിക്കതും അങ്ങനെ വരാറില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ വരാറുള്ളൂ. പിന്നെ ഇന്ന് പച്ചരിക്കാണ് ഞങ്ങൾ നെയ്ച്ചോറ് വെച്ചത് കേട്ടോ. പച്ചരി കുറച്ച് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു. ഇനി കുഞ്ഞു പാത്രത്തിൽ ചിക്കൻ വറുക്കുന്നത് നോക്കണ്ട, നമ്മുടെ എണ്ണ അതിൽ മുങ്ങി പൊരിക്കാൻ വേണ്ടി കുഞ്ഞു പാത്രത്തിൽ ചിക്കൻ വറുത്തണത്. ആദ്യമേ സുന്ദരിക്കുട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഓട്ടോറിക്ഷ സുന്ദരക്കുട്ടനായി, മണിക്കൂട്ടിന് സുന്ദരക്കുട്ടനായി. അപ്പോഴേക്കും ഉച്ച സമയമായി. ഇതേ ഞങ്ങൾ ചോറ് കഴിക്കാൻ റെഡിയായി. അപ്പോൾ അതേ നമ്മൾ ചോറൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ എന്താ പറയുക, ഭക്ഷണം കൊടുക്കുമ്പോൾ അബൂന് നിർബന്ധമാണ് മാളൂട്ടിക്കൊരു ഉരുള കൊടുക്കണമെന്ന്. എന്നും ഇത് പതിവാണ്. അങ്ങനെ ഞാൻ എൻ്റെ മണിക്കുട്ടിയുടെ അടുത്ത് പോയി ഇരുന്ന് കഴിച്ചു. ഞാൻ എൻ്റെ മണിക്കുട്ടിയും കഴിച്ചു. അപ്പോൾ ഓക്കെ. പിന്നെ ഞങ്ങൾ വേഗം ചോറൂണ് കഴിഞ്ഞതും ഒരു റീലെടുത്തു. കുറേ നാളായി അത് നോക്കി വെച്ചിട്ട്. അപ്പോൾ അതിട്ട് കുഴപ്പമില്ല. പിന്നെ ദേ അബുമോൻ മാളൂട്ടിക്ക് സഹായിച്ചു കൊടുക്കണതാണ്. തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് അവർക്ക് 3 മണിക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ 2:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അവർ. ഒരു 5:30 ആകുമ്പോഴേക്കും അവർ 5:30 ആയപ്പോഴേക്കും എത്തി. ഞങ്ങൾ തുടരും സിനിമ കണ്ടു. സൂപ്പർ സിനിമ, പറയാൻ വാക്കുകളില്ല. മോഹൻലാലിൻ്റെ കുറേ നാളായി ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.